ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ് ഈ പുതുവത്സര ആഘോഷ വേളയിൽ. ഹലോ, ഗുഡ് ഈവനിങ് ഗണേഷ് കുമാർ ജി. എന്തായാലും വളരെ സന്തോഷം. ഞങ്ങള് രാത്രി 7 മണിക്ക് തന്നെ ഈ പുതുവത്സരത്തെ വരവേൽക്കാനുള്ള പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. താങ്കൾ എന്തോ ബസ്സിൽ കയറാൻ പോകുന്നു പറഞ്ഞു? ഞങ്ങളിന്ന് KSRTC ഒരു പുതിയ റോയൽ വ്യൂ എന്നൊരു ബസ് നിരത്തിലിറക്കുകയാണ്. മൂന്നാറിലെ ടൂറിസത്തിന് വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മൂന്നാറിലേക്ക് വിടും വണ്ടി. ട്രിവാൻഡ്രത്ത് വെച്ച് ഞങ്ങളിത് ഇന്ന് വണ്ടി പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി വണ്ടി ഇവിടുന്ന് മൂന്നാറിലേക്ക് കൊണ്ടുപോകും. ടൂറിസം രംഗത്തൊരു വലിയ കാൽവയ്പായി മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഒരു മുഖമുദ്രയായി ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വളരെ നല്ല നിലയിൽ ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി KSRTC ജീവനക്കാർ തന്നെ ആണ് ഈ വണ്ടി നിർമ്മിച്ചുണ്ടാക്കി എടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഗണേഷ് കുമാർ, നമ്മുടെ പ്രേക്ഷകരൊക്കെ ഈ പുതുവത്സര ആഘോഷത്തിൻ്റെ നടുവിലാണ്. അപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുന്നത്? നല്ല വണ്ടികൾ കൊടുക്കും. 2025 നമ്മുടെ പ്രതിജ്ഞ എന്തായിരിക്കും? നമ്മുടെ കടകംപള്ളിയൊക്കെ എന്തോ ആലോചിച്ച് നിൽക്കുക, വണ്ടിയൊക്കെ നേരെ നല്ലൊരു വർഷമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു വർഷമാവണം. 2024 നമുക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 2025 അതൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പൊ ഇത് എന്തായാലും അവിടെ ഒരു വലിയ പരിപാടിയാന്ന് തോന്നുന്നല്ലോ. ഈ ബസിന്റെ ഓപ്പണിംഗ് പ്രമാണിച്ച് വലിയൊരു പരിപാടിയാണ്. ഗണേശ് ബസ്സിൽ കയറുകയാണ്. കയറട്ടെ, വണ്ടിയിലോട്ട് കയറട്ടെ. നമ്മുടെ ഉമേഷ് ബാലകൃഷ്ണൻ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ ഗണേഷ് കുമാർ, ഈ വണ്ടിയുടെ ഒരു ഈ റീഡിസൈൻ ചെയ്ത് വന്നാണോ വണ്ടി? പുതിയ ബസ്സല്ലേ? നല്ല രസമായിരിക്കുന്നു വണ്ടി കേട്ടോ. പഴയ വണ്ടിയാണ്. ഞങ്ങൾ അതിനെ ഈ വണ്ടിയെ കുറിച്ച് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കംപ്ലീറ്റ് വണ്ടി മാറ്റിയിട്ടുണ്ട്. ഒരു ദിവസം വണ്ടി ഫുൾ ഗ്ലാസ്സാണ്, സൈഡെല്ലാം ഗ്ലാസ്സാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ ഗ്ലാസും സീറ്റുകളെല്ലാം മാറ്റി 2 നിലയിൽ മേളത്തെ നിലയിൽ ഫുള്ള് ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മൾ 2 വശവും ഇരിക്കുന്ന ആളിൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവരുടെ ഷൂസ് വരെ കാണാൻ പറ്റും വെളിയിൽ നോക്കി കഴിഞ്ഞാൽ. അപ്പം പുറത്തേക്കും അതുപോലുള്ളൊരു വിഷനാണ്. വളരെ മനോഹരമായൊരു വിഷനാണിത്. ഇതിൻ്റെ താഴത്തെ നിലയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ നിലയിലേക്ക് ഞാനൊന്ന് പോയി കാണിക്കാം. ഓക്കെ, അത് നല്ലതാ. 2ാം നിലയിലേക്ക് കയറിക്കോളൂ. നമ്മൾ താഴത്ത് വന്ന് സമ്മാനം ഉള്ളെങ്കിലും മേളിലോട്ട് കയറി നല്ലതാ അല്ലേ? ഒരു മിനിസ്റ്റർ റിപ്പോർട്ട് ചെയ്യുക. 2ാം നിലയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഏറ്റവും വലിയ വ്യൂ എന്ന് പറയുന്നത്. ഇത് മഞ്ഞും മഴയും എല്ലാം ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിൻ്റെ മുകളിൽ ഗ്ലാസ്സാണ്, ഫുൾ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ വെയിൽ ഇങ്ങനെ അടിക്കും, താഴേക്ക് വരും. പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്ന് കംപ്ലീറ്റ് കാണാം നമുക്ക്. കാരണം പുറത്തേക്കും നല്ല വ്യൂ ആണ്. ഇവിടുന്ന് സീറ്റുകളൊക്കെ നല്ല റോയൽ ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം KSRTC ഒരു വർക്കിനും പുറത്തുനിന്ന് ഒരാളെ നമ്മൾ ആശ്രയിച്ചിട്ടില്ല. നമ്മൾ ഗ്ലാസ് മാത്രമേ വെളിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ വർക്കും KSRTCയുടെ ജീവനക്കാരാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു വണ്ടി ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടൊരു വണ്ടി ഉണ്ടാക്കുന്നതും കാണിക്കുന്നു. ഫ്രണ്ടെല്ലാം ഫുൾ ഗ്ലാസ്സാണ്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട് ഗണേഷ് കുമാർ. താങ്കൾ ഈ പറയുന്നതൊക്കെ നമ്മുടെ ഹാഷ്മി താജ് ഇബ്രാഹിം, വിജയകുമാർ ഒക്കെ കേൾക്കുന്നുണ്ട്. അവരൊക്കെ വളരെ ആകർഷകരായി നിൽക്കുകയാണ്, ആവേശം കൊണ്ട് നിൽക്കുക. ഓക്കെ, ഗംഭീരമായിട്ടുണ്ട്. ഇത് മൂന്നാറിലേക്ക് കൊണ്ടുപോകും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നമ്മളിത് പ്രദർശിപ്പിച്ചു. കാരണം ഇത് ഇവിടെ വെച്ച് ഓപ്പൺ ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ നോവൽറ്റി അങ്ങ് പോകും. കാരണം എല്ലാ മീഡിയയുടെ മുമ്പിൽ വെച്ച് ട്രിവാൻഡ്രത്ത് ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നിന്ന് വണ്ടി ഏതാനും ദിവസങ്ങൾ മൂന്നാറിലേക്ക് പോകും. അവിടെ വെച്ച് അവിടുത്തെ MLAയുടെയും പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ, ജനങ്ങളുടെ സാന്നിധ്യത്തിൽ അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യും വണ്ടി. അത് മറ്റൊരു ചടങ്ങായിട്ട് ചെയ്യും. പക്ഷേ ഇത് നമുക്കൊരു നല്ലൊരു ടൂറിസത്തിൽ വലിയൊരു അട്രാക്ഷനാണ്. ഇതിൻ്റെ മുകളിലിരുന്ന തേയിലത്തോട്ടങ്ങളും മഞ്ഞും മഴയും എല്ലാം ആസ്വദിക്കാൻ ഭയങ്കര രസമായിരിക്കും. കാരണം ഈ ഗ്ലാസ്സിലൂടെ മഴവെള്ളം ഇങ്ങനെ ഒഴുകുന്നത് മുകളിലെല്ലാം കാണാം. മഴ നമ്മുടെ തലയിൽ വീഴുന്നില്ല, നമ്മൾ പുറത്തേക്ക് വീഴും. ഇങ്ങനെ ഗ്ലാസ്സിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വീണിട്ട് അത് കാണാൻ പറ്റും. പിന്നെ ഈ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഇരുവശവും മൂന്നാറിൻ്റെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾ പച്ച പട്ട് വിരിച്ചതുപോലെ കാണാൻ പറ്റും. കാരണം കാറിലൊക്കെ പോകുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ്. അപ്പോൾ ഒരു നില മുകളിലിരുന്നാൽ താഴത്തെ നിലയിൽ നല്ല ഹൈറ്റിൽ തന്നെയാണ്. അവിടെയും നല്ല വിഷനുണ്ട്. പക്ഷേ എന്തായാലും മുകളിലിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ ആയിരിക്കും. മൂന്നാറിൽ വരുന്ന സഞ്ചാരികൾ ഈ റോയൽ വ്യൂ എന്ന് പറയുന്ന ഈ ബസ് അവരുടെ യാത്രയുടെ ഒരു താങ്ക് യു KB ഗണേഷ് കുമാർ നമുക്കൊപ്പം ചേർന്നതിന്. മാത്രമല്ല ഇത് കാണുന്ന പ്രേക്ഷകർക്ക് KB ഗണേഷ് കുമാർ മന്ത്രി റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് തോന്നും. മാത്രമല്ല നമ്മുടെ റിപ്പോർട്ടർമാരെ പണി പോകണ്ട. അതുകൊണ്ട് കാര്യം നന്നായിട്ട് താങ്കൾ റിപ്പോർട്ട് ചെയ്താൽ പിന്നെ അവരെ പണി പോകില്ലേ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു. ഈ വണ്ടി വൻ വിജയമാക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുന്നു ഈ 2025.
Yes. ഓക്കെ താങ്ക് യു താങ്ക് യു ഏട്ടാ താങ്ക് യു ഉമേഷ്. Okay, thank you. That was KB Ganesh Kumar, our Minister for Transport. Vijaykumar, Yes. എന്റെ ഇംഗ്ലീഷ് എന്താ മോശമായോ? ഗംഭീരാണ്, ഒരു കുഴപ്പമില്ല. ചെറിയ പുണ്യം വന്നു. പക്ഷെ അധികം വേണ്ട. അധികം വേണ്ട. ചോദിക്കാൻ മറന്നു. എത്ര ടിക്കറ്റ് ചോദിക്കാൻ മറന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും വളരെ കൂടുതലാകത്തില്ല. ഇല്ല. ഈ ബസ് പോലെ സുതാര്യമാകട്ടെ, ആ വകുപ്പ് പോലെ ആകട്ടെ, മന്ത്രി നന്നായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഉണ്ട്. അതെ. നല്ല ഭാവിയുണ്ട്. ഉണ്ട്. എന്നാലും വേണ്ട കേട്ടോ. കെ വി ഗണേഷ്കുമാർ കാണുന്നതിന് ഒരു ആശ്വാസം എന്തോ പിന്നെ സമാധാനം. കാരണം പുള്ളിക്ക് ഐഡിയ ഉണ്ടോ എങ്ങനെയെങ്കിലും ഈ ഇത് നന്നാക്കണം എന്നത് നമ്മുടെ ഈ സെറ്റ് കണ്ട് ആകൃഷ്ട റീന സതീഷ് ചെറിയൊരു കവിത. ഇറ്റിറ്റ് വീഴുന്ന മഞ്ഞുതുള്ളിയിൽ ഈറനണിഞ്ഞു നിൽക്കുന്ന പുൽനാമ്പുകളും ദിക്കറിയാതെ മേയുന്ന ദിക്കറിയാതെ മേയുന്ന മുട്ടനാടും റെയിൽ കൂടെ വളഞ്ഞു പുളഞ്ഞു നീണ്ടു കിടക്കുന്ന റെയിൽപാളം അവിടെയും ഇവിടെയും മിന്നും വെട്ടത്തിൽ തിളങ്ങും ചെറുകുടിലുകൾ. കവിതയുടെ രംഗത്ത് ചെറിയൊരു ഫ്യൂച്ചർ. അല്ലേ? ഓക്കെ.